സ്കിൻ നല്ല ക്ലീൻ അല്ലാതിരുന്നാലും നിറക്കുറവ് കാരണം നമ്മൾ പല മേക്കപ്പുകളും ഇട്ട് പുറത്തു പോകാറുണ്ട്. ചില സാഹചര്യത്തിൽ നമുക്ക് മേക്കപ്പ് ഇടാതെ പോകുന്ന സമയത്ത് പലരും നമ്മളെ അതിശയത്തോടു കൂടി നോക്കും. ഇവിടെ നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, ഇപ്പം എന്താ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് നോക്കും. കാരണം അവർ മേക്കപ്പ് ഇട്ടിട്ടായിരിക്കും ചിലപ്പോൾ അവരുടെ മുന്നിൽ ചെന്നത്. മേക്കപ്പ് ഇടാത്ത മുഖവും മേക്കപ്പ് ഇട്ട മുഖവും കാണുമ്പോൾ പേടിയോടുകൂടി ആൾക്കാർ നോക്കും. എന്തിന് മേക്കപ്പ് ഇട്ട് പുറത്തു പോകണം? നിങ്ങളുടെ ഫേസ് തിളക്കം വെക്കാനും നല്ല ക്ലീൻ സ്കിൻ ആക്കാനും സഹായിക്കുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. മേക്കപ്പിന് വിട കൊടുക്കൂ. നിങ്ങൾ ഇതുപോലുള്ള പാക്കുകൾ തയ്യാറാക്കി നിങ്ങളുടെ ഫേസ് നല്ല ഗ്ലോയിങ് ആക്കി നിർത്താൻ നോക്കൂ. എന്താണ് സംഭവം എന്നൊക്കെ ഉള്ളത് പറയാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എൻ്റെ ചാനൽ കാണുന്നത്? ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1000 നന്ദി. മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണേ. സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് റംസാനിയ. എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ്. ഫേസ് സ്കിൻ നല്ല ഗ്ലോയിങ് ആക്കാനും ബ്രൈറ്റനിങ് ആക്കി നിർത്താനും നമ്മൾ പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. നിങ്ങളുടെ ഫേസ് സ്കിൻ നല്ല തിളക്കം വെച്ച് നിർത്താൻ ഈ പറയുന്ന പാക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്ക്. നിങ്ങളുടെ ഫേസ് സ്കിൻ നല്ല പോലെ വെട്ടിത്തിളങ്ങുന്നതാണ്. എന്താണ് കാര്യം എന്നൊക്കെ ഉള്ളത് പറയാം. അത് ചെയ്തിട്ടുള്ള റിസൾട്ടും കാണാം. അതിനെന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നുള്ളത് കാണാം. അതിലേക്ക് പോകാം. എന്തായാലും നമുക്ക് പാക്ക് തയ്യാറാക്കിയാലോ? പാക്ക് തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ അടുക്കളയിലുള്ള ഒരു കാര്യമാണ് നമ്മൾ ആദ്യമേ എടുക്കുന്നത്. അതായത് നമ്മുടെ റൈസ് പൗഡർ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനകത്തുണ്ടാവുന്ന ടാൻ മാറ്റാനും പിഗ്മെൻറ്റേഷൻ മാറ്റാനുമൊക്കെ റൈസ് പൗഡറിൽ നിന്ന് സാധിക്കുന്നതാണ്. 1 ടേബിൾ സ്പൂണാണ് റൈസ് പൗഡർ ചേർത്ത് കൊടുക്കേണ്ടത്. അങ്ങനെ റൈസ് പൗഡർ ചേർത്തിട്ടുണ്ട്. റൈസ് പൗഡർ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഒരേപോലെ ഉപയോഗിക്കാവുന്നതാണ്. കൊറിയൻ സ്കിന്നിലാണെങ്കിലും ജപ്പാനീസ് സ്കിന്നിലാണെങ്കിലും അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് റൈസ് പൗഡർ ചേർത്തിട്ടുള്ള പാക്കുകളാണ് അവർ ഉപയോഗിക്കുന്നത്. റൈസ് പൗഡർ ചേർത്തതിന് ശേഷം ഇനി അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് കടലമാവിൻ്റെ പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. കടലമാവിൻ്റെ പൊടി നമ്മുടെ സ്കിന്നിനകത്തുണ്ടാവുന്ന ടാൻ റിമൂവ് ആക്കാനും പിഗ്മെൻറ്റേഷൻ ഇല്ലാതാക്കാനും കടലമാവിൻ്റെ പൊടിയിൽ നിന്നും സാധിക്കുന്നതാണ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ കടലമാവിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. കടലമാവിൻ്റെ പൊടി എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഒരേപോലെ ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അതിനുശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് 1 ടേബിൾ സ്പൂണാണ് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ കോഫി പൗഡർ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതിനുശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1/2 ടേബിൾ സ്പൂൺ കസ്തൂരി മഞ്ഞൾ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ സ്കിന്നിനകത്ത് എന്തെങ്കിലും ബാക്ടീരിയ ഫംഗസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നതാണ് നമ്മുടെ കസ്തൂരി മഞ്ഞൾ പൊടിയിൽ നിന്ന്. ഇനി ഇത് മിക്സ് ആക്കാനായിട്ട് നിങ്ങൾക്ക് സാധാരണ ശുദ്ധവെള്ളം ഉപയോഗിക്കാം, അതല്ലെങ്കിൽ കഞ്ഞിവെള്ളം ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ ഞാൻ സാധാരണ വെള്ളത്തിലാണ് ഇത് മിക്സ് ആക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു പാക്ക് ഉണ്ടല്ലോ, നിങ്ങൾക്ക് ബാക്കി വരുന്നുണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് നിങ്ങൾക്ക് പിന്നീടും ഉപയോഗിക്കാം. ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ഫുൾ ബോഡിയിലും അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. സ്കിന്നിനകത്ത് ടാൻ മാറ്റാനും പിഗ്മെൻറ്റേഷൻ മാറ്റാനും ഒക്കെ സാധിക്കുന്നതാണ്. പലരും പുറത്ത് പോയിട്ട് വരുമ്പോൾ വെയിലേറ്റ് സ്കിന്നിനകത്തൊക്കെ നിറം കുറയുന്ന പ്രശ്നമുണ്ടല്ലോ, അതൊക്കെ മാറ്റാൻ നിങ്ങൾക്ക് ഈ ഒരു പാക്ക് ഡെയിലി ഉപയോഗിച്ചാൽ മതി. സ്കിന്നിനകത്ത് ഇനി എത്ര പുറത്ത് പോയാലും വെയിലേറ്റിട്ട് ചർമ്മം നശിക്കില്ല. കുറച്ചും കൂടി ഞാൻ വെള്ളം ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കുകയാണ്. അധികം ഇത് ലൂസ് ആവാനും പാടില്ല, എന്നാൽ അധികം ഇത് ടൈറ്റ് ആവാനും ആയിട്ട് പാടില്ല. നിങ്ങൾ ഈ ഒരു പാക്ക് ഇട്ടതിന് ശേഷം സ്കിന്നിനകത്തുണ്ടാകുന്ന മാറ്റമുണ്ടല്ലോ, നിങ്ങളെപ്പോലും ഞെട്ടിക്കും. ഇനി എത്ര വെയിലത്ത് പോയാലും ചർമ്മം നശിക്കാതെ നിങ്ങളുടെ ചർമ്മത്തിന് വലയം തീർത്ത് വെക്കും. എന്തായാലും മുഖത്തേക്ക് ഇടാം. ഇട്ടിട്ടുള്ള റിസൾട്ട് നമുക്ക് നോക്കാം. എന്തായാലും ഇട്ട് കൊടുക്കട്ടെ. സംഭവം കണ്ടോ, നമ്മുടെ പാക്ക് റെഡിയാക്കിയത്. ഇനി ഇത് ഫേസിലേക്ക് ഇടാം. ഞാൻ ഫേസ് ഫുള്ളായിട്ടിടുന്നില്ല, ഒരു ഭാഗത്ത് മാത്രമാണ് ഇടുന്നത് നിങ്ങൾക്ക് റിസൾട്ട് കാണിക്കുന്നതിന് വേണ്ടി. കാരണം ഫേസ് മൊത്തമായിട്ടിട്ട ഒരു രീതിയിലും റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഐബ്രോസിൽ പറ്റരുത്. ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. 2 മിനിറ്റിന് ശേഷമുള്ള റിസൾട്ട് കാണിക്കാം. കൊടുത്തതിന് ശേഷം നമുക്കിത് റിമൂവ് ചെയ്യാം. വെള്ളമൊക്കെ തളിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫേസിൽ നിന്ന് റിമൂവ് ചെയ്യാം. കണ്ടോ, വാവ്, ഫേസിൻ്റെ ഗ്ലോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ. ഈ ഒരു ഫേസും ഇവിടെയും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? കിടിലാണ് മക്കളെ, സംഭവം കിടുവാണ്. ഞാൻ തുടച്ചുകൂടെ നിങ്ങളെ കാണിക്കാം. കണ്ടോ, ഇവിടുത്തെ സ്കിന്നിൻ്റെ ഗ്ലോയും ഈ ഇവിടുത്തെ ഗ്ലോ ഉണ്ടോ? 2 സ്കിന്നും തമ്മിലുള്ള ഷെയ്ഡ് വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. നല്ലപോലെ ഗ്ലോ ആയിട്ടുണ്ട്. ഇവിടെ നിറം കുറവാണ്. കണ്ടോ,
അടിപൊളിയാണ്. എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്യണേ, സംഭവം സൂപ്പറാണ്. കണ്ടല്ലോ പാക്ക് തയ്യാറാക്കിയതും അത് ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ടും കണ്ടല്ലോ. എന്തായാലും നിങ്ങൾ ചെയ്തു നോക്കണേ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കൂ, അതിന്റെ മറുപടി പറയുന്നതാണ്. ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് എത്തിക്കണേ, നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്കും ഒക്കെ. എന്തായാലും പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.